ഒന്നുമില്ല എന്നത് നേരത്തെ അവരുടെ ഭാവങ്ങളിൽ നിന്നും അവരുടെ ഒരു മുൻകൂട്ടി പറയുന്ന വാക്കുകളില്ലേ, ആ വാക്കുകളിൽ നിന്നും നമ്മൾ ആ സൂചനയുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് ഒരു യുക്തിസഹമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു റിസൾട്ടോ വരാൻ പോകുന്നു എന്ന ഒരു നിരാശാ പ്രതീക്ഷ പോലും നമുക്കുണ്ടായിട്ടില്ല. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ശസ്ത്രക്രിയ വേണ്ടയിടത്ത് തൊലിപ്പുറത്തുള്ള ചികിത്സയാണ്. നിതീഷും നായിഡുവും കൊണ്ടുപോയെന്ന ആണ് ആ ഒരു സംസ്ഥാനം, അത്രയുമുള്ളൊരു സംസ്ഥാനങ്ങളിൽ എല്ലാം കൊണ്ടുപോയി. അവർ ഒക്കെ വളരെ ഹാപ്പിയാണ്. പാർലമെൻറ്റിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അവരൊക്കെ ദേ ആർ ഹാപ്പി. ബാക്കി എല്ലാ ആളുകളും നിരാശരാണ്. കേട്ടിരിക്കുമ്പോൾ പ്രസിഡന്റ് എന്താ തോന്നിയത്? അത് ശരിക്കും അവഗണന ഒരു വിഭാഗത്തോട് കാണിക്കുന്ന അവഗണന. ആ അവഗണന കാണുമ്പോൾ നമുക്കൊക്കെ ദേഷ്യം വരില്ലേ? ഞാനൊക്കെ ബാക്കിലായിരുന്നു പോയിരുന്നതിന്. അവിടെ ഞാനിങ്ങനെ ചൂടായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിലായിരുന്നു ഇയാൾ വന്നത്, നമ്മളെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്തൻ വന്നിട്ട് എന്തെങ്ങനെ തരിച്ചിരിക്കുന്നു. ഞാൻ തരിച്ചിരിക്കണ്ടേ? ഈ ബഡ്ജറ്റ് കണ്ടാൽ പിന്നെ തരിക്കൂലേ? ആളുകൾക്ക് ഇവിടെ എന്ത് കിട്ടി? നമ്മളൊക്കെയല്ലേ ജനങ്ങളെ മുമ്പിൽ ജനപ്രതിനിധികൾ, ഞങ്ങളല്ലേ മറുപടി പറയേണ്ട ആളുകൾ. ചൂടായി. അതാണ് എൻ്റെ കാര്യം.